ഞാൻ നിൽക്കുന്നത് മെയിൻ ബസിലിക്കയുടെ നേരെ മുൻപിലുള്ള ആ മെയിൻ റോഡിലാണ്. ഇവിടെ തന്നെ പല ഭാഗങ്ങളിൽ സ്ക്വയറിലേക്ക് പ്രവേശിക്കാനുള്ള ആദ്യത്തെ സെക്യൂരിറ്റി ചെക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ വലിയ നീണ്ട നിര നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം തന്നെ അവരുടെ ബാഗേജുകളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ആദ്യ ഭാഗ ചെക്കിങ് കഴിഞ്ഞതിന് ശേഷമാണ് കയറ്റി വിടുന്നത്. അതിനുശേഷം പിന്നീട് രണ്ടാമതായിട്ട് ബാഗേജുകൾ സ്കാൻ ചെയ്യുന്ന എയർപോർട്ടിലൊക്കെ ഉള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അത് വത്തിക്കാൻ സ്ക്വയറിന് ചുറ്റുമുള്ള പില്ലറുകൾ നമുക്ക് കാണാൻ സാധിക്കും. പില്ലറുകൾക്ക് ഓരോ പില്ലറുകളുടെ ഇടയിലും ധാരാളം മെഷീനുകൾ അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അതുവഴി ബാഗുകൾ പരിശോധിച്ചതിന് ശേഷം പിന്നീട് മെറ്റൽ ഡിറ്റക്ടർ വഴി ബോഡി പരിശോധനയുടെ ഭാഗമായി അതും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് സ്ക്വയറിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ സ്ക്വയറിലേക്ക് പ്രവേശിക്കാൻ തന്നെ മണിക്കൂറുകൾ കാത്തുനിന്നാണ് ദൈവജനം വത്തിക്കാൻ സ്ക്വയറിലേക്ക് പ്രവേശിക്കുന്നത്. അതും എല്ലാ ഭാഗങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ്, ഒറ്റയടിക്ക് ആളുകളെ കയറ്റി വിടുന്നില്ല. സ്ക്വയറിൽ അകത്തുള്ള ആളുകൾ ബസിലിക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകൾ അവര് കയറി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ ക്യൂകൾ കുറയുന്നതനുസരിച്ചാണ് സ്ക്വയറിലേക്കും ആളുകളെ കയറ്റി വിടുന്നത്. അപ്പൊ അത്രയും വലിയൊരു ജനത്തിരക്ക് ഇന്നലത്തേതിന് സദൃശ്യമായി ഇന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ബ്രദർ ജോബൻ എലോഹിം, ഇവിടെ ഇപ്പോൾ വത്തിക്കാൻ ചത്വരത്തിലെ അല്ലെങ്കിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ഒരു വിശേഷങ്ങൾ ബ്രദർ പറയുകയുണ്ടായി. പക്ഷേ അതോടൊപ്പം തന്നെ സെയിന്റ് മേരി മെജോറെ ബസിലിക്ക, പരിശുദ്ധ പിതാവിനെ അടക്കം ചെയ്യാൻ പോകുന്ന ബസിലിക്കയിൽ നടക്കുന്ന തയ്യാറെടുപ്പുകൾ എന്തെല്ലാമാണെന്ന് ബ്രദറിന് ഒന്ന് വിശദീകരിക്കാൻ സാധിക്കുമോ? അവിടെയും മരിയ മജോറെ ബസിലിക്കയിലും ഇന്നലെ വൈകുന്നേരം പരിശുദ്ധ പിതാവിന് വേണ്ടിയുള്ള ജപമാല പ്രാർത്ഥനകൾ നടന്നിരുന്നു വത്തിക്കാൻ അവിടുത്തെ കർദിനാളന്മാരുടെ നേതൃത്വത്തിൽ. അതുപോലെ തന്നെ അവിടെയും ധാരാളം ആളുകൾ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് മരിയ മജോറെ ബസിലിക്കയിലേക്കും ധാരാളം ആളുകൾ ചെല്ലുന്നുണ്ട്, തീർത്ഥാടകരായിട്ടുള്ളവരും. മാത്രമല്ല ഇത് ജൂബിലി വർഷമായതുകൊണ്ട് 4 പേപ്പൽ ബസിലിക്കകളിലും പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശപ്രകാരം ഹോളി ഡോർ ഉണ്ട്. അപ്പോ ഇവിടെ വരുന്ന തീർത്ഥാടകർ, പ്രത്യേകിച്ച് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കുന്നതോടൊപ്പം ഈ 4 ബസിലിക്കകളിലും പോകുന്നുണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി മേരി മേജർ ബസിലിക്കയെ കുറിച്ച് കുറച്ചുകൂടെ ആളുകളുടെ ഇടയിൽ, കാരണം പരിശുദ്ധ പിതാവിന്റെ ഭൗതിക ശരീരം അവിടെ അടക്കം ചെയ്യണം എന്നുള്ളതും പരിശുദ്ധ പിതാവ് ഏറെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് എന്നതിനാൽ തന്നെ ധാരാളം ആളുകളാണ് അങ്ങോട്ടേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നത്, മരിയ മജോറെ ബസിലിക്കയിലേക്ക് അവിടെ കാണുന്നതിന് വേണ്ടിയും അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇപ്പോൾ മരിയ മജോറെ ബസിലിക്കയിലേക്ക് പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ അവിടെ ശവസംസ്കാരത്തിന് വേണ്ട മറ്റ് കർമ്മങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ട ഒരുക്കങ്ങൾ അവിടെ നടക്കുകയാണ്. പക്ഷേ മരിയ മജോറെ ബസിലിക്കയിൽ നാളെ മൃതസംസ്കാരവുമായി ബന്ധപ്പെട്ട ആ സമയത്ത് പ്രത്യേക തിരുക്കർമ്മങ്ങളൊന്നും ഉണ്ടാകില്ല. എല്ലാ തിരുക്കർമ്മങ്ങളും വത്തിക്കാൻ സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പൂർത്തീകരിച്ച് അടച്ചു മുദ്ര വെക്കപ്പെട്ട മൃതശരീര പേടകം ആണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയി അടക്കം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് ആ അടക്കം ചെയ്യുന്ന കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് തുറന്ന് കാണാൻ സാധിക്കുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനാൽ തന്നെ ആ ഒരു കാര്യങ്ങൾ അവിടെ ആളുകളെ ശനിയാഴ്ച മൃതശരീരം അങ്ങോട്ട് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് അങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല. അതിനു മുമ്പ് ആളുകൾ അവിടെ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രദർ, ഇതുകൂടാതെ ഇപ്പോൾ അവിടെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ടോ? ഇപ്പോൾ അങ്ങ് വത്തിക്കാൻ ചതുരത്തിലാണ്, ആളുകൾ പ്രാർത്ഥനാപൂർവം, നേരത്തെ പറയുന്നുണ്ടായിരുന്നു പ്രാർത്ഥനാപൂർവം ആണ് ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇപ്പോഴും പ്രാർത്ഥനകൾ അവിടെ നടക്കുന്നുണ്ടോ? ആളുകൾ സാധാരണ ഇത് ഇപ്പോ ഞാൻ നിൽക്കുന്നതിന്റെ തൊട്ട് സൈഡിൽ അവിടെ അത് ശരിക്കും തീർത്ഥാടകർക്ക് ബസിലിക്കയിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയായിരുന്നു. ആളുകൾ കുരിശുമ വഹിച്ചുകൊണ്ടൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഇങ്ങനെ ഒരു ക്രമീകരണം ആയതുകൊണ്ട് തീർത്ഥാടകർ, അതായത് ജൂബിലിയുടെ ഭാഗമായിട്ടുള്ള തീർത്ഥാടനം ഇപ്പോ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ പരിശുദ്ധ പിതാവിനെ കാണാൻ കയറുന്നവരാണ്. ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ പലരുടെയും കൈകളിൽ ജപമാലയുണ്ട്. നമ്മുടെ നാട്ടിലേത് പോലെയല്ല, ചെറുപ്പക്കാർ പോലും അതുപോലെ തന്നെ വൈദികരും സിസ്റ്റേഴ്സും എല്ലാവരും ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ കൊന്ത ഒരു പക്ഷേ എടുത്ത് കൈപിടിക്കാനൊക്കെ കുറച്ച് ചമ്മലും നാണവും ഒക്കെ ഉണ്ടാവും. എന്നാൽ അങ്ങനെയല്ല, ഇവിടെ ഞാൻ കാണുമ്പോൾ ധാരാളം പേര് ജപമാലയൊക്കെ കൈകളിൽ പിടിച്ച് പ്രാർത്ഥനയോടെ അങ്ങോട്ടേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ബസിലിക്കയ്ക്കുള്ളിലാണെങ്കിലും അവിടെ നിൽക്കുന്ന ആളുകളും പ്രാർത്ഥനയോടെയാണ് നിൽക്കുന്നത്. വളരെ ശാന്തതയിലും വലിയ പ്രാർത്ഥനയിലുമാണ്. പ്രത്യേകിച്ച് ഒരു വളരെ വേദനയുടെ മണിക്കൂറുകളിലൂടെയാണ് എല്ലാവരും, ലോകം മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത്.
ബസിലിക്കയിലാണെങ്കിൽ ഇടവിട്ട് പരിശുദ്ധ കുർബാനകളുണ്ട്. 12 മണിക്ക് കുർബാന ഉണ്ടായിരുന്നു ഇവിടുത്തെ പ്രാദേശിക സമയം, 1 മണിക്ക് കുർബാനയുണ്ട്. അത് ചെയർ ഓൾട്ടറിലാണ് നടക്കുന്നത്. അതായത് വിശുദ്ധ പത്രോസിന്റെ സിംഹാസനം എന്ന് പറയുന്ന ആ ഒരു യഥാർത്ഥ കസേര, ആ ചെയർ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന അതിന്റെ ഓൾട്ടർ ഉണ്ട്, ചെയർ ഓൾട്ടർ. വത്തിക്കാൻ പേപ്പൽ ഓൾട്ടറിന്റെ പുറകിലായി കാണുന്ന ഒരു ഓൾട്ടറാണ്. അവിടെയാണ് ഇടവിട്ടുള്ള കുർബാനകൾ നടക്കുന്നത്. അങ്ങനെ എപ്പോഴും ഇവിടെയൊക്കെ പ്രാർത്ഥന അന്തരീക്ഷത്തിൽ തന്നെയാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ബ്രദർ, അതുപോലെ തന്നെ അങ്ങ് കടന്നു വന്ന സമയത്ത് എങ്ങനെയായിരുന്നു, ഇനി പല രാജ്യങ്ങളുടെയും തലവന്മാരടക്കം എത്തുന്നുണ്ടല്ലോ, എങ്ങനെയാണ് അവിടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അങ്ങേക്ക് തോന്നിയത്? വാഹനങ്ങൾ എങ്ങനെയാണ് ക്രമീകരിച്ചതെന്ന് വെച്ചാൽ ഏത് അറ്റ്മോസ്ഫിയർ ആണ് അവിടെ നിലനിൽക്കുന്നത് ആ രീതിയിൽ? ഇവിടെ രാഷ്ട്രത്തലവന്മാരൊക്കെ വരുന്നത് കൊണ്ട് തന്നെ വലിയ സുരക്ഷയാണ്, പഴുതടച്ച സുരക്ഷയാണ് റോഡുകളിലെല്ലാം ഉള്ളത്. പക്ഷേ നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവിടെ പൊതുജനത്തിന്റെ ഗതാഗതം തടസ്സപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ഗവൺമെന്റ് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥര്, മിലിറ്ററി ഫോഴ്സ് എല്ലാം ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ വളരെ എല്ലാം കൃത്യം പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. എന്നാൽ എല്ലാ സ്ഥലത്തും നല്ല ശക്തമായ പോലീസ് ബന്ദോബസ്തുണ്ട്. അതുപോലെ തന്നെ ആകാശമാർഗമാണെങ്കിലും എപ്പോഴും ഹെലികോപ്റ്ററുകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയും നാളെയും ഒക്കെ ആയി വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഉള്ള ലോക നേതാക്കൾ ഇവിടെ എത്തും. പരിശുദ്ധ പിതാവിന്റെ മാതൃരാജ്യമായ അർജന്റീനൻ പ്രസിഡന്റ് വരുന്നുണ്ട്. അതുപോലെ UK പ്രധാനമന്ത്രി വരുന്നുണ്ട്. റോയൽ ഫാമിലിയെ പ്രതിനിധീകരിച്ച് രാജകുമാരൻ വരുന്നുണ്ട്, വില്യം രാജകുമാരൻ വരുന്നുണ്ട്. അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇറ്റലിയുടെ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും സംബന്ധിക്കുന്നുണ്ട്. അങ്ങനെ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ, അത് പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും തന്നെ വരുന്നവര് ഉണ്ട്. അതുകൂടാതെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും തന്നെ പ്രതിനിധി സംഘത്തെ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധി സംഘത്തെ അയക്കുന്നു എന്ന വാർത്ത നമ്മൾ അറിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള പോലീസ് ബന്ദോബസ്ത് ഇവിടെ എല്ലാം ഉണ്ട്. വളരെ നല്ല സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെ എല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ഭാഗത്തും അതിശക്തമായ സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിശക്തമായി അതിനെക്കുറിച്ച് ഇവിടെ സുരക്ഷ ഒരുക്കുന്നു. ട്രാഫിക് ഒക്കെ ആണെങ്കിലും വളരെ കൃത്യതയോടെയാണ് എല്ലാം, വളരെ സ്മൂത്തായും വളരെ കൃത്യതയോടെയും ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പൊതുജനങ്ങൾക്കും ഇവിടെയുള്ള പ്രാദേശികരായ സാധാരണ ആളുകളെ അത് ബാധിക്കാത്ത തരത്തിൽ പരമാവധി ശ്രദ്ധയോടെയാണ് ഗവൺമെന്റ് എല്ലാം ഇതിനുവേണ്ടി, പ്രത്യേകിച്ച് ഇറ്റാലിയൻ ഗവൺമെന്റ് പരിശുദ്ധ പിതാവിനോടുള്ള വലിയ, ഇത് രണ്ട് രാജ്യമാണ്. വത്തിക്കാൻ സിറ്റി ഒരു രാജ്യമാണ്, ഇറ്റലി വേറെ രാജ്യമാണ്. അപ്പോ എങ്കിൽ പോലും ഈ രണ്ട് രാജ്യങ്ങളും സഹകരിച്ച് ഇറ്റാലിയൻ ഗവൺമെന്റിന്റെ ഒരു ശക്തമായ പിന്തുണയും അല്ലെങ്കിൽ ഒരു വലിയ സഹകരണവും, ഇതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയുള്ള വലിയ സഹകരണം ഇറ്റാലിയൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ട്. നമുക്ക് അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.